ഹലോ സുസാമൻ, നമ്മൾ ഇന്ന് ബെ ഐൻസിന്റെ സ്പ്രഹൻ എങ്ങനെ പാസ്സാവാന്നാണ് നോക്കുന്നത്. പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഗമൈൻസ് മെത്വാസ് പ്ലാനൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കയറി കാണണേ. പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ ടൈൽസ് വൈ ആണ്. ടൈൽസ് വൈ അറിയാം, ഐൻ പ്രസന്റാക്സിയോൺ എന്നാണ്. ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിന്റെ ടൈം എങ്ങനാ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സൈലും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു തേമ, നമ്മൾ ഇന്ന തേമയാണ് പറയാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് പറയണം, ഇന്ന തേമ ഞാൻ ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയണം. അതിനുശേഷം തേമയെ കുറിച്ച് ഒരു 2 സെന്റൻസ്, ഏതാണ് തേമ എന്ന് വെച്ചാൽ ആ തേമയെ കുറിച്ച് 2 സെന്റൻസ് നമ്മൾ പറയണം. പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ ഹൈമത്ലാൻഡിലെ സിറ്റുവേഷൻ ആണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്, ആ തേമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് കാര്യം നമ്മൾ പറയണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണലിഷെ എർഫാറും, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഇപ്പോൾ നമ്മൾക്ക് പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പക്ഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലായിട്ട് എടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ റൗട്ട് ഫെർബോട്ട് ഇൻ റെസ്റ്റോറൻറ്റിൽ പുകവലിക്കാൻ പാടില്ല എന്നുള്ളൊരു തേമയാണെന്ന് വിചാരിക്കാം. ഇതിൽ നമ്മൾക്ക് പേഴ്സണലി ഷെയർഫാറും ഉണ്ടായിന്ന് വരത്തില്ല. പുകവലിയുടെ കേസല്ലേ, നമ്മൾ ചില ആൾക്കാർ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ കസിൻ്റെ കേസോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ കേസോ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് പേഴ്സണൽ ഷെയർഫാറും എർസൈലം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോറും നഫ്റ്റയിലാണ്. ഈ ഒരു തേമയുടെ ഫോറും നഫ്റ്റയിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയണം. അവിടെ നമുക്കൊരു പോസിറ്റീവ്സ് ഒരു 4 എണ്ണെങ്കിലും കയ്യിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. അതേപോലെ തന്നെ നെഗറ്റീവ്സും 4 എണ്ണം കയ്യിൽ വേണം. അപ്പൊ 4 4 8 എണ്ണം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ 3 എണ്ണം പറഞ്ഞാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മളുടെ മൈനുങ് പറയണം. മൈനുങ് പറയുമ്പോൾ നമ്മൾക്ക് ഈ തേമയെ കുറിച്ചുള്ള നമ്മുടെ കംപ്ലീറ്റ് മൈനുങ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഒപ്പീനിയനാ. നമ്മളിപ്പോൾ ഫോർട്ടയിൽ കുറെ പറഞ്ഞു, നഫ്റ്റയിൽ കുറച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് തോന്നണേ, നഫ്റ്റയിലിന്റെ ബേസിൽ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, മൈനുങ് ചെയ്യണമെന്നൊന്നുമില്ല. എന്ത് ചെയ്യാം, കുറച്ച് നഫ്റ്റയിലുള്ളൂ, കുറച്ച് ഫോർട്ടയിലുള്ളൂ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊരു മൈനുങ് പറയാം. ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അത് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും കൂടി എനിക്ക് മൈനുങ് പറയുമ്പോൾ എന്ത് പറയാം, പക്ഷെ ഞാനത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം, ഇന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രസന്റേഷൻ ചെയ്യേണ്ടത്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ്, നമുക്ക് എന്തുണ്ടാവും, 2 തേമ ഉണ്ടാവും. 2 തേമയിൽ എന്ത് ചെയ്യണം, ഒരു തേമ വേണം നമ്മൾ വേലൻ ചെയ്യാൻ. അത് നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യാൻ സാധിക്കും. വെറുതെ ആ ഒരു ടോപ്പിക് കാണുമ്പോൾ ഓക്കെ ആണല്ലോ, ഈ ടോപ്പിക്കിന്റെ മീനിങ്സിൽ മാത്രമല്ല, ടോപ്പിക്കിന്റെ മലയാളം നമുക്ക് മനസ്സിലായി, ആ ഒരു ബന്ധത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള 4 പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. നമ്മൾ അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള തേമ വേണം നമ്മൾക്ക് ചൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ എക്സാമിനുള്ള ഒരു വലിയ നമുക്ക് കിട്ടിയൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ, തേമ നമുക്ക് 2 എണ്ണം തരുന്നുള്ളത്. അപ്പൊ ഇതിന് ഒരെണ്ണം വേലൻ ചെയ്യാം. നമുക്ക് 40 മാർക്കാണ്, 100ലാണ് 40 മാർക്കാണ് നമുക്ക് എന്താണ് തേമ പ്രസന്റേഷൻ ഉള്ളത്. അപ്പൊ ആ 40 മാർക്കും നമ്മൾക്ക് കിട്ടാവുന്ന ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, തേമ പ്രസന്റ് ചെയ്യണം. അതിന് ഫസ്റ്റ് നമ്മൾക്ക് ഒരു ഇൻട്രോയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇൻട്രോ ഇങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രോ പറയാം. ഈ മാഹെ അതിനെ പ്രസന്റാക്സിയോൺ സും തേമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള തേമ ഏതാണ് ആ തേമ കൊടുക്കുക. മൈന പ്രസന്റാക്സിയോൺ ബെസ്റ്റേറ്റ് ഔഫ് ഫോൾഗൻഡൻ ടൈലൻഡ്. എൻ്റെ പ്രസന്റേഷൻ എന്തുമായിട്ട് ഇത് എന്ന് പറയുന്നത് ഇനിയുള്ള പോയിന്റ്സ് ആണ്. പോയിന്റ്സ് കണ്ടിന്യൂ ചെയ്തു വരുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈമത്ലാൻഡ് ആണ്. സുവേഴ്സ് ബിഗിനെ ഈ മിറ്റ് മൈനം ഹൈമത്ലാൻഡ് സിറ്റുവാക്സിയോൺ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഹൈമത്ലാൻഡ് സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. പിന്നെ ഞാൻ എന്താ പറയാൻ പോകുന്നത്, ദനാ ബെഷ്റേബെ ഈ മൈനെ പേഴ്സണലിഷെ എർഫാറും. അതിനുശേഷം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, ഡിസ്ക്രൈബ് ചെയ്യും. സം ഷ്ലോസ് വേർഡ് ഈ ഫോറും നാchteilen nennen und meine eigene Meinung dazu äußern.
ഞാൻ എന്ത് ചെയ്യാണ്, അവസാനമായിട്ട് എൻ്റെ ഫോറും നക്ടൈൽ ഈ തേമേനെ കുറിച്ചുള്ള ഫോറും നക്ടൈൽസ് തന്നതിന് ശേഷം എന്ത് ചെയ്യും, എൻ്റെ മൈനും എൻ്റെ ഒപ്പീനിയൻ, ഈ തേമേനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയും. ഇതാണ് നമ്മുടെ എന്താ തേമ പ്രസന്റ് ചെയ്യേണ്ട ഒരു ഓർഡറും. ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇൻട്രോ കൊടുക്കേണ്ടതും. ഇതിന് ശേഷം നമ്മൾ തേമേനെ കുറിച്ച് പറയണം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് ഹൈമത്ലാൻഡ് സിറ്റുവേഷൻ ആണ്. ഹൈമത്ലാൻഡ് സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ നാട്ടിലെ സ്കൂളുകളെക്കാളും എന്തുണ്ട്, ഫിറ്റ്നസ് സ്റ്റുഡിയോസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ നാട്ടിൽ അത്രയ്ക്കധികം ഫിറ്റ്നസ് സ്റ്റുഡിയോസ് ഉണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ അത്രയധികം ഇതിലെന്താണ് സൃഷ്ടിക്കാണെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ ഗെസ് ഓൺ ഹൈറ്റിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ പേഴ്സണൽ എർഫാറും. ഇപ്പൊ ഞാൻ ജിമ്മിന് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എർഫാറും പറയാം. ഇപ്പോൾ ജിമ്മിന് ഞാൻ ഇതുവരെ പോവാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ എർഫാറും പറയാം. എൻ്റെ ബ്രദർ എന്ത് ചെയ്തിട്ടുണ്ട്, ജിമ്മിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആളുടെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആള് ഭയങ്കര സ്ലിമ്മും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആൾ എന്തായാലും ഗ്രാജുവലി കുറച്ച് നല്ല ഇംപ്രൂവ്ഡ് ആയി. അത് ആളുടെ കോൺഫിഡൻസിനെ നല്ലോണം ബൂസ്റ്റ് ചെയ്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ഫോറും നക്ടൈൽ പറയണം. ഫോറും നക്ടൈൽ എന്ന് പറയുമ്പോൾ ഫോർ ടൈൽസ്. നമ്മളിപ്പോ നോർമലി ജിമ്മിന് പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ നോക്കുമ്പോൾ ഫോർ ടൈൽസ് കുറെ ഉണ്ട് ഇല്ലേ, അഡ്വാൻറ്റേജസ് കുറെ ഉണ്ട്, പക്ഷെ ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ കാണും. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് എന്തിനുണ്ട്, ജിമ്മിനുണ്ട്. നമ്മൾ അവിടെയാണ് നമ്മളെ തേമ പ്രസന്റ് ചെയ്യുന്ന സ്കില്ല് എടുത്ത് കാണിക്കുന്നത്. ഫോറും നക്ടൈലെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫോർ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഔസേഹൻ, നമ്മുടെ അപ്പിയറൻസ് നന്നാക്കാനായിട്ട് സാധിക്കും, നമ്മുടെ കോൺഫിഡൻസ് നന്നാക്കാനായിട്ട് സാധിക്കും. പിന്നെന്താ, നമുക്ക് മസ്കുലൻ സ്റ്റേർക്കൻ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബോഡി ബിൽഡിങ്ങിനും ചാമ്പ്യൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നക്ടൈൽ എന്ന് പറയുമ്പോൾ എന്താ, സൈറ്റ് ഔഫന്റിക് ആണ്, നല്ലോണം ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. പിന്നെ എന്ത് പറയാൻ പറ്റും, ഫെർലെറ്റ്സും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ നമ്മൾക്ക് നല്ല എനർജി വേണം ജിമ്മിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അത് പറയാം. പിന്നെ ജിമ്മിൽ പോകുമ്പോൾ കുറച്ചധികം ക്യാഷ് വേണം, കാരണം അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ, കുറച്ച് മണിയുടെ ആവശ്യം കൂടി ഉണ്ട്. അപ്പൊ കോസ്റ്റ് ആൻഡ് ഫ്ലിസ്റ്റിക് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഫോർ ടൈലും നക്ടൈലും പറയാം. അതിനുശേഷം എന്ത് ചെയ്യാ, എൻ്റെ മൈനുങ്ങിൽ ഇത് ചെയ്യണമെന്നാണ്, കാരണം നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണ പോലെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ മൈനുങ്ങ് വെച്ച് സംഭവം ലൂസൻ ചെയ്യുക. ഇത്രയുള്ളൂ ടൈൽസ് വൈ എന്ന് പറയുന്നത്. 40 മാർക്സ് ആണ്. ഈ ടൈൽസ് വൈയുടെ ബേസിലാണ് നമുക്ക് ക്വസ്റ്റ്യനിങ് ഉണ്ടാവാം. നമ്മൾ അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മളിപ്പോൾ പ്രസന്റേഷൻ ചെയ്ത ആളോട് നമ്മുടെ എക്സാമിനർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനുള്ള ആൻസർ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആളും നമ്മുടെ പാർട്ട്ണറിനും നമുക്ക് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധിക്കും. ആള് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേമ പ്രസന്റേഷൻ കഴിഞ്ഞു. ആ ക്വസ്റ്റ്യനിങ്ങിന് കാര്യങ്ങളൊക്കെ എന്താ എക്സ്ട്രാ ആണ്, അതിനൊരു 60 മാർക്സ് ഉണ്ട്, ഇതിന് 40 മാർക്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ കാര്യം ചെയ്യുക. അപ്പോ എങ്ങനെയാണ് ബേ ഐൻസിന്റെ ടൈൽസ് വൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചൂസ് Gino's Academy. Fly with your dreams.